ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, കുക്കിംഗ് വീഡിയോസ് ഇടുന്നതെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടിട്ട് ആ രീതിയിൽ ഉണ്ടാക്കിയാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. അങ്ങനത്തെ റെസിപ്പീസാണ് എല്ലാം ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാലും ചില വീഡിയോ ഒക്കെ ഓരോരുത്തർ ഇതേപോലെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്, ഉപ്പിട്ടില്ലേ, പുളി ഇട്ടില്ലേ, അത് ഇട്ടിട്ടുണ്ട്, ഇത് ഇട്ടിട്ടുണ്ട്. ദയവേത് നിങ്ങൾ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള കറികളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നതിനേക്കാളും നല്ലത് നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ പറയണമെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ലോങ് വീഡിയോ ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. നമുക്ക് നല്ല ഫ്രഷ് പരവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 300 രൂപയാണ് ഈ മീൻ. പക്ഷേ നല്ല ഫ്രഷാണ്, കൊല്ലത്തെ മീനാട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്ന് തേങ്ങ അരച്ച് നല്ല കുറുകിയ ചാറോട് കൂടി ഒരു മീൻകറി തയ്യാറാക്കാം. ആദ്യം നമുക്കിതൊന്ന് വൃത്തിയാക്കാം. നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ ചെതുമ്പലൊക്കെ ആദ്യം തന്നെ ഒന്ന് വെട്ടിക്കളയുക. പിന്നെ ദേഹത്ത് ഇതേപോലെ ഇതിന് ഒരുപാട് അഴുക്കൊന്നും ഇല്ലാത്തൊരു മീനാണ് കേട്ടോ പരവ. അതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കണ്ടോ, ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. സൈഡിലെ ചിറകൊക്കെ നമുക്കൊന്ന് വെട്ടി കൊടുക്കാം. പിന്നെ നേരിയ ചെതുമ്പല ഉണ്ടാവും, അത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതുപോലെ മീൻ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പരവ മീൻ കിട്ടുമ്പോൾ നമുക്ക് എനിക്ക് സന്തോഷമാണ്. കാരണം നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ല അത് വൃത്തിയാക്കി എടുക്കാൻ. കാരണം ഒരുപാട് ചെതുമ്പലൊന്നും ഇല്ലാത്ത മീനല്ലേ. ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി. വളരെ കുറച്ചേ ഉണ്ടാവും ചെതുമ്പലൊക്കെ. ഇതുപോലെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വാലിൻ്റെ ഈ ഭാഗം, പിന്നെ തലഭാഗം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. കണ്ടോ, അത് ഈ ഒരു ഭാഗം കൂടി അങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അത് ഇങ്ങനെ ഒരു ഇതൂടെ ഉണ്ട്, അതുകൂടെ എടുത്ത് കളഞ്ഞാൽ വൃത്തിയായി. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തീരും. ഇനി മീനിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകാം. ഒരുപാട് അഴുക്കൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെക്കാം. ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഇപ്പോൾ ഓൺ ആക്കേണ്ട കാര്യമില്ല. അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു 2 സവോള, ചെറിയ സവോളയാണ് കേട്ടോ, അധികം വലുപ്പമില്ലാത്ത 2 സവോള നീളത്തിൽ അരിഞ്ഞെടുത്തത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി അരിഞ്ഞത്, പിന്നെ 4 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. നമുക്ക് അതും കൂടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. കൈകൊണ്ടൊന്ന് ഞെരടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഇത് നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം എണ്ണ ചേർക്കാം. ഒരു 2-2.5 ടീസ്പൂൺ എണ്ണ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്.
വാളൻപുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് ചേർക്കണം. ഇതാണ് അരപ്പ്. തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ അരമുറി, അഥവാ ഒരു മുറി തേങ്ങ, ഒരു നുള്ള് പെരിഞ്ചീരകം, പിന്നെ ഒരു 5 കഷ്ണം ചെറിയ ഉള്ളി. ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തതാണ്. നന്നായിട്ട് അരയണം. ഈ അരപ്പ് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറു ചൂടുള്ള വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഒരുപാട് ലൂസാക്കരുത്. നല്ല കുറുകിയ ചാറോട് കൂടിയാണ് നമ്മൾ ഈ മീൻകറി എടുക്കുന്നത്. അരപ്പും ചേർത്തിട്ട് നമ്മുടെ ഗ്രേവി വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർക്കാം. നമ്മുടെ പരവ മീൻ, ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം കേട്ടോ. നല്ല ചാറും നല്ല ടേസ്റ്റുമാണ്. കപ്പയോ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും കിടിലൻ ടേസ്റ്റാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി അധികം സമയമൊന്നും വേണ്ട. ആ മീൻ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 to 7 മിനിറ്റ്സ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മീൻകറി തയ്യാറായിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മണമാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ്സ് ഇട്ടാൽ മതി. അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നിൽക്കുന്ന കടുക് വറുത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഉള്ളി മൂപ്പിക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് കിടന്നാൽ അത് കരിഞ്ഞു പോകും. നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി. അടിപൊളി സ്വാദുള്ള നമ്മുടെ മീൻകറി തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.